അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മോമിനികളെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ പലക്ക് പറയുക സെലക്ട് ആക്കി എനിക്കത്തെ വിഷയ സബഉൽ മൂബിഖാത്തുള്ളത് ടിക്കറ്റ്, അതായത് 7 മഹാ തപ്പുങ്ങ. മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ഈ 7 മഹാ തപ്പുർ നിങ്ങൾ ഭയങ്കര ജാഗ്രത ആക്കണം. ഇതിലെ മലയാളത്തിൽ ചൊല്ലത് വൻദോഷങ്ങൾ ഉണ്ടായിട്ടിക്കട്, അതായത് വലിയ തപ്പുങ്ങ ഉണ്ടായിട്ടിക്കട്. ഇതിൽ ഭയങ്കര നിങ്ങൾ ജാഗ്രത ആക്കണം. ബാക്കി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകണ്ടോ അല്ലറ ചില്ലറ തപ്പുങ്ങ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരൂ. അതേ ടൈമിൽ ഈ 7 തപ്പുറ ഭയങ്കര നിങ്ങൾ ജാഗ്രത ആക്കണോ. അൽ മൂബിക്കാത്ത് ചെന്നെങ്കിൽ അൽ മുഹ്ലിക്കാത്ത് ഉണ്ടായിട്ടിക്കട്. ഈ 7 തപ്പുങ്ങ ആക്കിற ആള് അയാൾ നാശപ്പിടിച്ച് പോയ ആളായിട്ടിക്കട്, നാശത്തിൽ കഴിഞ്ഞു പോയ എനിക്കത്തെ ആളായിട്ടിക്കട്. ഈ 7 തപ്പ് ആക്കിற ആൾമാർ അങ്ങ് എല്ലാ നിലക്കും സോത്തു പോയങ്ങായിട്ടിക്കടാണ്. അപ്പൊ എന്തോ ഒന്നാമത്തേത് അശ്ശിർക്കു ബില്ലാ, അള്ളാഹുരെ കൊണ്ട് ശിർക്കാക്കര ചെന്നെങ്കിൽ അള്ളാഹുരെ പോലെ വേറൊരു റബ്ബുണ്ട് കൊണ്ട് ചൊല്ലത് അത് മഹാ തപ്പായിട്ട് അള്ളാഹു ഇഷ്ടമില്ലാത്ത കാര്യമായിട്ടിക്കട്. അപ്പോൾ ഒന്നാമത്തത് ഷിർക്ക്, ഭയങ്കര ജാഗ്രത ആക്കണം. അള്ളാഹു കൊണ്ടുള്ളത് അള്ളാഹു മാത്രം, ആറും ആസാനത്ത് ഇല്ലാണ്ട് ഉറച്ച് വിശ്വസിക്കറങ്ങാവണം മോമിനിങ്ങ. രണ്ടാമത്തേത് ആ സെഹർ, മാട്ടമന്താക്രോ സിഹിറാക്രോ ഭയങ്കര ഡേഞ്ചറായ വിഷയമായിട്ടിക്കട്. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ആൾമാർ നല്ലാവുമ്പോൾ, ഒരു കച്ചവടം ഇല്ലാത്ത ആൾ കച്ചവടം ഉഷാറായി വരുമ്പോൾ, മക്ക എന്നും പഠിക്കാത്ത മക്ക നല്ല ഉഷാറുള്ള മക്കായി വരുമ്പോൾ, ഇങ്ങനത്തെ എല്ലാം നൽകുന്ന ഒരാൾ ഉഷാറായിട്ട് വരുമ്പോൾ അത് കണ്ട് സതിക്കോ തീരാണ്ട് കിട്ടിക്കിട്ട ജ്യോതിഷമാർട്ടും സ്വാമിമാർട്ടെല്ലാം പോയിട്ട് അങ്കെതിരെ മാട്ടമന്ത്രാക്കി പാടി തങ്ങളെ ഒന്ന് ദെപ്പാട്ടണിക്കത്ത്. ഈ മാട്ടമന്ത്രാക്കി ആൾക്ക് ഭയങ്കര കൊസിയാവും. അവർക്കതിങ്ങനെ അവൻ്റെ ദെപ്പാട്ടിയില്ല, പിന്നെ ഇയാളെ ദുവത്ത് ഇജാബത്തില്ല, പിന്നെ ഇയാളെ കുടുംബത്തിൽ ശാന്തി സമാധാനം ഇല്ല, ഇയാളെ മക്കോന്നല്ലാവില്ല. മാത്രമല്ല ഇയാൾ വെറും നാശ പിടിച്ച ആളായി മാറ്. റായത്തങ്ങ പള്ളിയിൽ എല്ലാം ഒട്ടിക്കുള്ളങ്ങ ആറും എവിടെ വെച്ചിട്ടും ഇയാൾക്കൊരു എന്താവില്ല, ഒരു സ്തുതിര നോട്ട ഇയാളെ മുഖത്തേക്ക് നോക്കാല. അങ്ങനത്തെ ഒരു നാശത്തിലേറ്റിക്കറ ഈ മാട്ടമന്ത്രം ചൊല്ലുന്ന വിഷയം എത്തരുത്. അപ്പൊ പിരിസത്ത് മോമിയങ്ങളെ നിങ്ങൾ ജാഗ്രത ആക്കണം എനിക്കത്തെ വിഷയമായിട്ടിക്കട്. മൂന്നാമത്തെ ഖത്ലു നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അതായത് അർഹത ഇല്ലാണ്ട് ഒരു നഫ്സിനെ കൊല്ലുന്നത്, ഒരു തപ്പുവാകാത്ത ഒരു നഫ്സ് അതിനെ വെറുതെ കൊന്നു തിടുന്നത് എന്നുള്ളത് മഹാ തപ്പായിട്ടിക്കട്. നാലാമത്തേത് അക്കുലു റിബ, ബഡ്ഡി തിന്നുറേണ്ടുള്ളതായിട്ടിക്കട്. നന്നിട്ടൊരു 10,000 ഉണ്ട്, എന്നാൽ കയ്യിൽ വെക്കിற കാണുന്ന അക്കൗണ്ടിൽ വെച്ച് ഇത്ര ടൈം വെച്ചെങ്കിൽ പിന്നെ ബഡ്ഡി കിട്ടും. അവ യാറ പൈസ വരും അങ്ങനെ ആക്കാ ചെന്നിട്ട് കൊരങ്ങ ബഡ്ഡിക്ക് പൈസ കിട്ടോ വേണം ആയിട്ട് ഇങ്ങനെ ആക്കാറ്. ആ തിന്നര പൈസ ബഡ്ഡിയുടെ പൈസ, ആ പൈസ തിന്നറത് മഹാ തപ്പായിട്ടിക്കട്, വൻ ദോഷങ്ങളിൽ പെട്ടതായിട്ടിക്കട്. അഞ്ചാമത്തേത് അക്കുലുമാലിൽ യത്തീം, യത്തീമുറ സ്വത്തുറ കട്ട് തിന്നറോ, യത്തീമുറ സ്വത്തുറ വലിച്ചെടുത്ത് തിന്നറോ ഭാരി ഡേഞ്ചർ ആയിട്ടിക്കട്. പിരിസത്ത് മോമിങ്ങളെ ദുആഗുത്തറയില്ല, നാശ പിടിച്ചു പോകും. ആറാമത്തേത് ഒത്തവല്ലിയോമസഹഫ്, യുദ്ധക്കളത്തിൽ യുദ്ധാക്കോവേനായിട്ട് രണരംഗത്തിൽ യുദ്ധാക്കോവേനായിട്ട് നിണ്ടിട്ടിക്കുമ്പോൾ മെല്ലെ അവിടുത്തെ തപ്പാട്ടോ ചെന്നെങ്കിൽ ഞങ്ങൾ 10 ആൾ നിണ്ടിട്ടുള്ള യുദ്ധാക്കോകും. എതിർ ഭാഗത്ത് ആൾമാരുള്ള വന്നിടാറ് ഇങ്ങനെ കണ്ടിട്ട് അവനൊക്കെ പേടിയായി തന്നെ എൻ്റെ കൊല്ലുറാറ യുദ്ധത്തിൽ ചിലപ്പോൾ ഞാൻ ഷഹീദായി പോയെങ്കിൽ അവിടെ മെല്ലെ തപ്പാട്ടോ. പണ്ട് കാലത്തല്ല അങ്ങനെ യുദ്ധം നടക്കുന്ന ടൈമല്ല. അപ്പോൾ അത് വലിയ തപ്പുണ്ടായിട്ട് മുത്തനബി നമുക്ക് പഠിപ്പാട്ടിയത്. ഈ കാലഘട്ടത്തിൽ പിന്നെ അങ്ങനെ യുദ്ധക്കളത്തിൽ നമുക്ക് യുദ്ധത്തിൽ കയറുന്ന അവസ്ഥ ഒന്നും പണ്ടില്ല, പണ്ട് കാലത്ത് വന്നതായി ടിക്കറ്റ് ചൊല്ലോ. അപ്പോൾ അതും ജാഗ്രത ആക്കാനുണ്ടായി ടിക്കറ്റ്. ഏഴാമത്തേത് ഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, ഒരു നല്ല ഒരു പെണ്ണറ് വ്യഭിചാര ആരോപണാക്കരുത്. വ്യഭിചരിക്കാത്ത ഒരു പെണ്ണറ് വ്യഭിചാര ആരോപണാക്കരുത്. ഈ പെണ്ണ് അവൾ അങ്ങനത്തെ പെണ്ണാണ്ടെന്നൊക്കെ ഡൗട്ടുണ്ടോ, അവൾ ഇങ്ങനത്തെ ഒരു സ്വഭാവം കൊണ്ടോ ചൊന്തി ഇല്ലാത്ത ഒന്നൊരു ചൊന്നിട്ട് അവളുടെ മനസ്സിൽ ബേജാറാക്കരുത്. അങ്ങനത്തെ ഒരു കദഫ് ചൊല്ലത്, അതായത് വ്യഭിചാര ആരോപണം ചൊല്ലത് അത് മഹാതപ്പായിട്ട് ഇക്കട്ട് പിരിസത്തെ മോമിനിങ്ങളെ. അപ്പം ഈ 7 വൻദോഷങ്ങളെ നിങ്ങൾ ജാഗ്രത ആക്കണോ. ബാക്കി തപ്പുങ്ങ നിങ്ങളുടെ ഭാഗത്ത് ആയിപ്പോയെങ്കിൽ നിങ്ങൾ ആക്കിற നല്ലത് കൊണ്ടാ, അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ ദ്വാരക്കരുത് കൊണ്ടാ അങ്ങനെ ഇങ്ങനെ നല്ലതായിപ്പോവും. ഈ 7 വൻദോഷങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആക്കിയെങ്കുവാവും, എല്ലാം ആക്കിയെങ്കുവാവും. ഇങ്ങനെ ആക്കിയെങ്കിൽ അങ്ങ് മഹാനാശപ്പിടിച്ച ആള് ചെന്നിട്ടു അങ്ങ് ഒരു കാലത്തും ബറക്കത്താവാൻ പോണ്ടില്ല, ഈമാനോടെ മരിക്കുകയാവില്ല, അങ്ങനെ ഔത്തുൽ നെമ്മതിക്കാല, അങ്ങനെ മക്ക ഉദ്ധാറാവല, എല്ലാത്തിലും നാശത്തിലായിട്ട് അങ്ങ് പോണ്ടാറ്. അപ്പം അത്രയും വലിയ ഡേഞ്ചർ. യാർത്തിലും ഈ കാലഘട്ടത്ത് സിഹിറെല്ലാം ഭയങ്കര നടന്നുകൊണ്ടുണ്ടോ. ചില ആൾമാർ നല്ലൊരു ഉഷാറായി വരുമ്പോൾ, വല്ല ബിസിനസ് ഉഷാറായി വരുമ്പോൾ, നല്ല ഒരു പവർ സ്ഥാനത്ത് എത്തുമ്പോൾ അയാൾക്കെതിരെ മാട്ടമന്ത്രാക്കി തയല്ലെന്ന് ദെപ്പാട്ടാട്ട് ഒർക്കത്ത് വരെ സുഖമുള്ള പണി ഉണ്ടാവും. പിന്നെ കാലാകാലമായിട്ട് നാശപ്പിടിച്ച ആളായിട്ട് ഇയാൾ പോണ്ടുള്ളത് നിങ്ങൾ അർത്ഥാക്കുന്നു. മുത്തനബി പഠിപ്പാട്ടിയതായിട്ട് ഇക്കട്. അല്ലാഹു തആല ഇതെല്ലാം ജാഗ്രത ആക്കുവാൻ നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.